ഡോക്ടർ ഓൺ ദ എഡ്ജ് എന്ന സീരീസിന്റെ ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് കുറച്ച് ലേറ്റായി എന്ന് എനിക്കറിയാം, എന്നാലും എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. എന്തായാലും എല്ലാ പ്രധാന കഥാപാത്രങ്ങളും ഹൃദയസ്പർശിയായി സമാപിച്ച ഒരു മനോഹര ഫിനാലെയാണ് ഡോക്ടർ ഓൺ ദ എഡ്ജിന്റെ 12ാമത്തെ എപ്പിസോഡ്. എപ്പിസോഡ് തുടങ്ങുന്നത് ജിയോയും ഹാരിയും മെയിൻലാൻഡിൽ നിന്ന് നിശബ്ദമായി ദ്വീപിലേക്ക് മടങ്ങിയെത്തുന്നതോടെയാണ്. ഇരുവരുടെയും മനസ്സിൽ വരാനിരിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചുള്ള ആശങ്കയും പറയാതെ സൂക്ഷിച്ച വികാരങ്ങളുമുണ്ട്. അടുത്ത ദിവസം ഗ്രാമമുഖ്യൻ പബ്ലിക് ഹെൽത്ത് സെന്ററിലെ ജീവനക്കാരെ ദ്വീപ് നിവാസികളോടൊപ്പം ഓയിസ്റ്റർ വൃത്തിയാക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴും ഹെൽത്ത് സെന്ററിനെ ബാധിച്ച ഓഡിറ്റിനെ കുറിച്ചുള്ള ആശങ്ക ഗ്രാമവാസികൾക്കിടയിൽ തുടരുകയാണ്. ഇതിനിടെ നഴ്സ് ഓമിന് കടുത്ത പനിയും വയറുവേദനയും അനുഭവപ്പെടുന്നു. തന്റെ രഹസ്യം മറ്റുള്ളവർ അറിയുമോ എന്ന ഭയത്തിൽ മെഡിക്കൽ ബോട്ടിൽ പോകാൻ അവൾ വിസമ്മതിക്കുകയും ജൂ ചിയോണിനെ സഹായത്തിനായി വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഫെറിയിൽ വെച്ച് അവൾ ബോധരഹിതയാകുന്നു. തുടർന്ന് എങ്സോം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവൾക്ക് എക്ടോപിക് ഗർഭധാരണമാണെന്നും അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണെന്നും ഡോക്ടർമാർ കണ്ടെത്തുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജൂ ചിയോൺ അവളുടെ അരികിലിരുന്ന് ആശ്വസിപ്പിക്കുമ്പോൾ ഇതുവരെ മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന സ്നേഹവും വേദനയും ഇരുവരും കണ്ണീരോടെ തുറന്നു പറയുകയാണ്. അതേസമയം ദ്വീപിൽ മെഡിക്കൽ സാമഗ്രികൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഹാരിയെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. എല്ലാവരെയും രക്ഷിക്കാൻ മിസ് വാങ് കുറ്റം സ്വന്തം തലയിൽ ഏറ്റെടുക്കുന്നു. ഹെലിപാഡ് അഴിമതിയുടെ മുഴുവൻ കുറ്റവും ഗവർണർ ബ്യോങ് ചോളിന്റെ മേൽ ചുമത്തിയതായി പിന്നീട് മെഡിക്കൽ ഡയറക്ടർ അറിയിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് പ്യോങ്ഡോങ് ദ്വീപിന്റെ ആരോഗ്യ വികസനത്തിനായി 10 വർഷത്തെ പദ്ധതി പ്രഖ്യാപിച്ചാൽ ഹെൽത്ത് സെന്റർ രക്ഷിക്കാമെന്നാണ് അവളുടെ നിർദ്ദേശം. എന്നാൽ അഴിമതിക്കാരുമായി ഒത്തുതീർപ്പിന് ജിയുയി തയ്യാറായിരുന്നില്ല. വ്യാജ വാഗ്ദാനങ്ങളല്ല, യഥാർത്ഥ മാറ്റമാണ് ദ്വീപിന് വേണ്ടതെന്ന് അവൻ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. ജിയോൺ പോലും അവന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തിട്ടും ജിയുയി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നീട് ജിയോൺ തന്റെ കണ്ണിന്റെ ഗുരുതരമായ അസുഖത്തിന് വിദഗ്ധ ചികിത്സ ഒരുക്കിയതായി മിസ് വാങ് വെളിപ്പെടുത്തുന്നു. അതോടെ അവൾ വികാരാധീനയാകുന്നു. അതേസമയം ബ്യോങ് ചോൾ രഹസ്യമായി ജിയോയെ കണ്ടുമുട്ടി ഒരു പെൻഡ്രൈവ് കൈമാറുകയാണ്. ഗവർണറുടെ യഥാർത്ഥ മുഖം എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരാനാണ് ഇനി താൻ പോകുന്നതെന്ന് ജിയോയി ഹാരിയോട് പറയുന്നു. ഗവർണറുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെയാണ് കഥ നിർണായക വഴിത്തിരിവിലെത്തുന്നത്. ദ്വീപിന്റെ ആരോഗ്യരംഗം നവീകരിക്കുമെന്ന് ഗവർണർ പ്രസംഗിക്കുമ്പോൾ ജിയോയി വേദിയിലെത്തി ഗവർണർ ആരോഗ്യ പദ്ധതിയെ ഏറ്റവും കൂടുതൽ പണം നൽകുന്നവർക്ക് വിട്ടഴിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് തെളിയിക്കുന്ന രഹസ്യ ഓഡിയോ എല്ലാവരെയും കേൾപ്പിക്കുന്നു. തുടർന്ന് പബ്ലിക് ഹെൽത്ത് സെന്ററിലെ ജീവനക്കാർ കൂടുതൽ തെളിവുകളും പുറത്തുവിടുന്നു. ജനങ്ങളാലും മാധ്യമങ്ങളാലും വളഞ്ഞ ഗവർണർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാൽമുട്ടിന് പരിക്കേൽക്കുന്നു. എന്നാൽ ഹെൽത്ത് സെന്റർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ജിയുയി അദ്ദേഹത്തെ ചികിത്സിക്കാൻ വിസമ്മതിക്കുകയാണ്. ഒടുവിൽ ചികിത്സ ലഭിക്കാനായി ഗവർണർ ഹെൽത്ത് സെന്റർ വീണ്ടും തുറക്കാൻ ഉത്തരവിടേണ്ടി വരുന്നു. അധികം വൈകാതെ തന്നെ അദ്ദേഹം അറസ്റ്റിലാകുകയും നിയമ നടപടികൾ നേരിടുകയും ചെയ്യുന്നു. നീതി വിജയിച്ചതോടെ പുതുവർഷത്തോടനുബന്ധിച്ച് പബ്ലിക് ഹെൽത്ത് സെന്റർ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. പുതിയ മെഡിക്കൽ ഉപകരണങ്ങൾ എത്തുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്നതിനിടെയാണ് പബ്ലിക് ഹെൽത്ത് ഡോക്ടർമാർ ഉടൻ ദ്വീപ് വിടണമെന്ന വാർത്ത എല്ലാവരെയും വിഷമിപ്പിക്കുന്നത്. യാത്രയയപ്പ് വിരുന്നിൽ ഓരോരുത്തരും ഈ ദ്വീപ് തങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും അനുഭവങ്ങൾക്കും നന്ദി അറിയിക്കുന്നുണ്ട്. അവസാന നിമിഷങ്ങളിൽ ഓരോ കഥാപാത്രത്തിന്റെയും കഥ മനോഹരമായി പൂർത്തിയാകുന്നു. വേർപിരിയലിന്റെ വേദന ഒഴിവാക്കാനാണ് താൻ ജൂ ചിയോണിനെ അകറ്റി നിർത്തിയതെന്ന് നഴ്സ് ഓം തുറന്നു പറയുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ സ്നേഹം ഇരുവർക്കും ഒരുപോലെ ആത്മാർത്ഥമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതേസമയം മിസ് വാങ് തന്റെ സ്വപ്നമായ ഓപ്പറേഷൻ റൂം നഴ്സാകാനുള്ള യാത്ര വീണ്ടും ആരംഭിക്കണമെന്ന് ഹാരിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ജിയുയി ദ്വീപിൽ തുടരാൻ തന്റെ സ്ഥലം മാറ്റ ഉത്തരവിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും അവൾ വെളിപ്പെടുത്തുന്നുണ്ട്. സാധനങ്ങൾ ഒതുക്കുന്നതിനിടെ ഹാരിക്ക് മുത്തശ്ശിയുടെ ഫോൺ ലഭിക്കുന്നു. അതിൽ മുത്തശ്ശി അവസാനമായി റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ അവൾ കണ്ണീരടക്കാനാവാതെ തകർന്നു പോകുന്നു. ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കുമെന്ന് മുത്തശ്ശിക്ക് അവൾ വാക്ക് നൽകുന്നുണ്ട്. അവസാനം ഹാരി ഫെറിയിലേക്ക് ഓടിച്ചെന്ന് ജിയുയിയെ കാണുന്നു. താൻ വീണ്ടും ആശുപത്രിയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതായും ജിയുയിയും തന്റെ സ്ഥാനമാറ്റം സ്വീകരിക്കണമെന്നും അവൾ പറയുന്നു. ഇരുവരും വീണ്ടും പരസ്പരം പ്രണയം തുറന്നു സമ്മതിക്കുകയും ഭയത്തേക്കാൾ പ്രതീക്ഷയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഒടുവിൽ ജിയുയി ഒരു ജയിലിലെ ഡോക്ടറായി പുതിയ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഹാരിയും തന്റെ സ്വപ്നങ്ങളിലേക്കുള്ള പുതിയ യാത്ര ആരംഭിക്കുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നാലും പ്യോങ്ഡോങ് ദ്വീപ് അവർക്ക് നൽകിയ സ്നേഹവും സൗഹൃദവും ജീവിത പാഠങ്ങളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ടു പോകുന്നത്.
അങ്ങനെ ഡോക്ടർ ഓൺ ദ എഡ്ജ് സുഖപ്പെടുത്തലിന്റെയും ധൈര്യത്തിന്റെയും രണ്ടാം അവസരങ്ങളുടെയും മനോഹരമായ ഒരു കഥയായി അവസാനിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കുന്നത് ഏറ്റവും അപ്രതീക്ഷിതമായി നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളാണെന്ന മനോഹരമായ സന്ദേശവും ഈ സീരീസ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.